രോഗം ആരംഭിക്കുന്നതിന് മുൻപ് മാനസിക വിഷമം, പേടി എന്നുള്ള ചോദ്യങ്ങൾ സ്ഥിരമാണ്. ഇതൊക്കെ മരുന്ന് നിർണ്ണയിക്കുന്നതിൽ പ്രയോജനപ്പെടാറുണ്ടോ? ഹോമിയോപ്പതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് രോഗം ത്തിന് കാരണമായിട്ട് എന്തെങ്കിലും ഒരു മാനസിക ആഘാതം ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു മനസ്സിൻ്റെ ഒരു വിഷമം ഉണ്ടായതിനു ശേഷമാണോ രോഗം വന്നിരിക്കുന്നത് പലപ്പോഴും ഡോക്ടർമാർ ചോദിക്കാറുണ്ട്. ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ്. കാരണം ഹോമിയോപ്പതിയിൽ പലപ്പോഴും രോഗം പെട്ടെന്നുണ്ടാകുന്ന ഒരു സംഭവമായിട്ടല്ല കാണുന്നത്. ഓരോ രോഗത്തിൻ്റെയും പുറകിൽ വളരെ വ്യക്തമായിട്ടുള്ള മാനസിക തലത്തിലുള്ള കാരണങ്ങൾ ഉണ്ടാകാം എന്നാണ് ഹോമിയോപ്പതിയിൽ. പലപ്പോഴും നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ വേർപാടിന് ശേഷം ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്ന മറ്റെന്തെങ്കിലും ഒരു സാമ്പത്തികമായോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഒരു വിഷമം ഉണ്ടായതിനു ശേഷം, അതല്ലെങ്കിൽ ഒരു പെട്ടെന്നുണ്ടായ ഒരു മെൻ്റൽ ഷോക്കിന് ശേഷം ഒക്കെ പല രോഗങ്ങളും വരുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ രോഗത്തിൻ്റെയും പുറകിൽ അങ്ങനെ എന്തെങ്കിലും ഒരു നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാരണമുണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം കിട്ടിയാൽ അതനുസരിച്ചിട്ട് മരുന്നുകൾക്കും മാറ്റങ്ങൾ വരും. കാരണം ഹോമിയോപ്പതിയിൽ പേടിക്ക് ശേഷം വന്നിട്ടുള്ള അസുഖങ്ങൾക്ക് നൽകാവുന്ന മരുന്നുകളുണ്ട്. ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്ന സങ്കടങ്ങൾക്ക് ശേഷം വരുന്ന അസുഖങ്ങൾക്ക് കൊടുക്കാവുന്ന മരുന്നുകൾ വ്യത്യസ്തമാണ്. അപ്പോൾ അതുപോലെ ഓരോ മാനസിക വ്യതയ്ക്കനുസരിച്ചിട്ടും മരുന്നുകൾ നിശ്ചയിക്കാൻ ഹോമിയോപ്പതിയിൽ സാധിക്കും. അപ്പോൾ അങ്ങനെ സാധിക്കുന്ന കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആ ഒരു രോഗം അതെത്ര പഴകിയതായാലും കൃത്യമായിട്ടുള്ള ഒരു മരുന്ന് അതനുസരിച്ചിട്ട് സെലക്ട് ചെയ്യാനും ആ രോഗം നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാനും സാധിക്കും. അതുകൊണ്ടാണ് ഹോമിയോപ്പതിയിൽ പലപ്പോഴും ഡോക്ടർമാരെടുത്ത് ചെല്ലുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു രോഗം വന്നത്, ഇതിനു മുമ്പ് എന്തെങ്കിലും തരത്തിലുള്ള സങ്കടങ്ങളുണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ വിഷമങ്ങളുണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തി